ചേലക്കരയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീകുമാർ ചേരുന്നു. ശ്രീകുമാർ, കേൾക്കാമോ? ശ്രീകുമാർ, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പറഞ്ഞോളൂ. ശക്തമായ ത്രികോണ മത്സരമാണല്ലോ ചേലക്കരയിൽ. എന്താണ് സ്കൂൾ ചേലക്കോടിലെ 110 നമ്പർ ബൂത്തിന് മുന്നിലാണ്. ഇവിടെ 3 ബൂത്തുകളാണുള്ളത്. 110, 111, 112. ഇവിടെ ഈ സമയം വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 30% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ നീണ്ട നിരയാണ് കാണാൻ സാധിക്കുന്നത്. നല്ല തിരക്കാണ്. പ്രത്യേകിച്ചും ഈ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാ പഞ്ചായത്തുകളും സന്ദർശിക്കുന്ന വേളയിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിന്ന് പോകുന്ന 3ാമത്തെ പഞ്ചായത്താണ്. നേരത്തെ തിരുവില്ലാമലയിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. തിരുവില്ലാമലയിൽ നിന്ന് അതിനുശേഷം പഴയന്നൂർ പോയി ഇപ്പോൾ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള സ്കൂളിലാണ് നിൽക്കുന്നത്. ഇവിടെ 3 ബൂത്തുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ചേലക്കര, പഴയന്നൂർ, തിരുവില്ലാമല, ദേശമംഗലം, മുള്ളൂർക്കര, പാഞ്ഞാൾ, വരവൂർ, കൊണ്ടാഴി, വള്ളത്തോൾ നഗർ എന്നിങ്ങനെ 9 പഞ്ചായത്തുകളാണ് ഈ ചേലക്കര നിയമസഭാ മണ്ഡലം. ചേലക്കരയുടെ ഒരു രാഷ്ട്രീയ ചിത്രം നമുക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 28 വർഷക്കാലമായി LDFിൻ്റെ പ്രതിനിധിയാണ് ഇവിടെ വിജയിച്ചിരുന്നത്. അതിൽ 23 വർഷവും മന്ത്രിയായും അതുപോലെ തന്നെ സ്പീക്കറായിട്ടുമൊക്കെ സേവനമനുഷ്ഠിച്ച കെ രാധാകൃഷ്ണനായിരുന്നു ഇവിടുത്തെ ജനപ്രതിനിധി. കഴിഞ്ഞ തവണ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കെ രാധാകൃഷ്ണൻ CPMൻ്റെ കെ രാധാകൃഷ്ണൻ ഇവിടെ നിന്ന് വിജയിച്ചത്. അന്ന് ഏതാണ്ട് 77% ഇവിടെ പോളിംഗ് രേഖപ്പെടുത്തിയത്. ഏതാണ്ട് 54% പോളിംഗ് മന്ത്രി അതിനുശേഷം അദ്ദേഹം മന്ത്രിയായുണ്ടായി ഈ കെ രാധാകൃഷ്ണന് രേഖപ്പെടുത്തിയേണ്ട. എന്തായാലും വലിയൊരു ആവേശ പോരാട്ടമായിരുന്നു. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പാർലമെൻറ്റ് മത്സരിക്കുകയുണ്ടായി, അതിന് ജയിക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഈ ചേലക്കരയിൽ നിയമസഭയിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്, ഈ അസംബ്ലി മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഇക്കുറി LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് തന്നെ 2016 വിജയിച്ച UR പ്രദീപാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരിക്കും. അന്ന് ഏതാണ്ട് 10,400 വോട്ടുകൾക്കാണ് UR പ്രദീപ് അന്ന് 2016 വിജയിച്ചത്. ഇക്കുറി UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് 2019 പാർലമെന്റ് അംഗമായി വിജയിച്ച രമ്യ ഹരിദാസാണ്. രമ്യ ഹരിദാസ് 2024 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയുണ്ടായി. എന്നാൽ ഇക്കുറി ചേലക്കരയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് നേരത്തെ തന്നെ രമ്യ ഹരിദാസിനെ പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ NDA സ്ഥാനാർത്ഥിയായിട്ട് തിരുവില്ലാമല മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീകുമാർ കേൾക്കുന്നുണ്ടോ? തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ഇവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് കെ ബാലകൃഷ്ണനെയാണ് മത്സരിക്കുന്നത്. അതെ, ശക്തമായ ത്രികോണ മത്സരം എന്ന് പറയാൻ സാധിക്കും. തിരുവില്ലാമല ഞാനിപ്പോൾ നിൽക്കുന്ന പഞ്ചായത്ത് ഇവിടെ UDF ആണ് ഭരിക്കുന്നത്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് UDFന്റെ ഞാനിപ്പോൾ നിൽക്കുന്ന കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് UDF ആണ് ഭരിക്കുന്നത്. ശക്തമായ തീർച്ചയായിട്ടും അതേ ആവേശം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നീണ്ട നിരയും ഈ വനിതകളടക്കമുള്ള വലിയൊരു പ്രാതിനിധ്യം, വലിയൊരു കൂട്ടായ്മ, അങ്ങനെയുള്ള നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ 7 മണിക്ക് തന്നെ വനിതകളടക്കമുള്ളവർ വലിയ നീണ്ട നിര നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഈ 3 മുന്നണികളും ഒപ്പം PV അൻവർ നേതൃത്വം നൽകുന്ന DMKയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുധീർ മത്സരിക്കുന്നു. അങ്ങനെ സ്വതന്ത്ര അടക്കം 6 സ്ഥാനാർത്ഥികളാണ് ഈ ചേലക്കരയിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ ചിത്രം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പോരാട്ടം തന്നെയാണ്. പ്രത്യേകിച്ചും ഉപതെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അഭിമാന പോരാട്ടമാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് വലിയ ഒരു സംഭവം തന്നെയാണ്, വലിയൊരു പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പഴയ സ്ഥാനാർത്ഥിയെ UR പ്രദീപിനെ തന്നെ മത്സരരംഗത്തിരിക്കുന്നത്. UDF സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ചു പിടിക്കുക എന്നുള്ള വലിയ ഒരു കാര്യമാണ്. NDA സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ നേടിയ ഒരു മിന്നും വിജയം അത് ഇവിടെയും ആവർത്തിക്കാനാകുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് കെ ബാലകൃഷ്ണൻ. അങ്ങനെ എല്ലാം കൊണ്ടും ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ എല്ലാ വീറും വാശിയും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ശ്രീകുമാർ, ഓരോ ബൂത്തുകളിൽ നിന്ന് ഒരു ബൂത്തിൽ നിന്ന് മറ്റൊരു ബൂത്തിലേക്ക് എത്തുമ്പോഴും താരതമ്യേന സ്ത്രീ വോട്ടർമാരുടെ നിര തന്നെയാണല്ലോ കൂടുതൽ കാണുന്നത്. അങ്ങനെയാണോ? എല്ലാ ബൂത്തിലും ഇപ്പം 3ാമത്തെ പഞ്ചായത്തുകളാണ് നമ്മൾ സന്ദർശിക്കുന്നത്. ഈ ബൂത്തുകളെല്ലാം സ്ത്രീകളുടെ വലിയ ഒരു
അതെ അതെ, സ്ത്രീകളുടെ വലിയൊരു പ്രാധാന്യമുണ്ട്, ഒരു പ്രാതിനിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്ത്രീ വോട്ടർമാർ രാവിലെ മുതൽ തന്നെ ഉണ്ട്. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പരമാവധി വോട്ടർമാർ ഈ പോളിംഗ് ബൂത്തിൽ എത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. വോട്ട് ചെയ്ത് സമാധാനത്തോടെ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടക്കാമെന്നുള്ള ഒരു വലിയ ഒരു പ്രതീക്ഷയുണ്ട്. അത് തന്നെയാണ് ഈ വോട്ടർമാരുടെ, സ്ത്രീ വോട്ടർമാർ അടക്കമുള്ളവരുടെ വലിയ നീണ്ട നിര കാണാൻ സാധിക്കുന്നത്. അതിൽ ആബാലവൃദ്ധ ജനങ്ങളുമുണ്ട്, പ്രായമുള്ളവരുണ്ട്, അവർക്കൊക്കെ പ്രത്യേക സൗകര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുടിവെള്ളം അടക്കമുള്ളവരുണ്ട്, ചിലർ കുട്ടികളുമൊക്കെ ആയിട്ട് തന്നെയാണ്, കൈക്കുഞ്ഞുങ്ങളൊക്കെ തന്നെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ, അതായത് തെരഞ്ഞെടുപ്പ് ഈ ജനാധിപത്യത്തിലെ വലിയൊരു മഹോത്സവമായ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ആഘോഷമാക്കി മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും അതേ വീറും വാശിയുമൊക്കെ നമുക്കിവിടെ ആലത്തൂരിൽ നിന്ന് കാണാൻ ആലത്തൂരിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ചേലക്കരയിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഷാൽമ. ശരി, ശ്രീകുമാർ ചേലക്കരയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത് ശ്രീകുമാറാണ്.